നമസ്കാരം. ADGP MR അജിത് കുമാറും RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസവാളയും തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലൊരു ചർച്ചാ വിഷയമാണ്. അനാവശ്യമായ ഒരു ചർച്ചാ വിഷയം എന്ന് തന്നെ പറയാവുന്നതാണ്. പക്ഷേ ആ ചർച്ചയ്ക്ക് ഇപ്പോൾ ഒരു അന്ത്യമുണ്ടായിരിക്കുന്നു. RSS പ്രചാരകനായ A ജയകുമാറും അതുപോലെ തന്നെ ADGP MR അജിത് കുമാറിൻ്റെ മൊഴിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. A ജയകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടുകൂടി അതിനൊരു വ്യക്തത കൈവന്നിരിക്കുകയാണ്. ഈ ഒരു വ്യക്തത ഇത് ക്ലിയർ കട്ടായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അജിത് കുമാറിൻ്റെ മൊഴിയിലുമുണ്ട്. അതെ. എന്തുകൊണ്ടാണ് ഇത്രയധികം താമസിക്കുന്നത് ഈ ഒരു വ്യക്തത വരുത്താനായി? തീർച്ചയായിട്ടും RSSന്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ഒരു വൈകിക്കലല്ലേ അത്? വൈകിക്കൽ എന്ന് പറയുന്നത് അസത്യമാവും. വൈകിക്കൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ RSSനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇതൊക്കെ. RSSന്റെ പ്രവർത്തന രീതിയും RSS ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഇത് RSS എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. RSSന്റെ രീതിയേ ഇതല്ലല്ലോ. ഇത് RSSുമായി ബാധിക്കുന്ന വിഷയവുമല്ല. ദാർശനികമായിട്ടോ അല്ലെങ്കിൽ പ്രവർത്തന രീതികളിലോ സംഘത്തെ ബാധിക്കുന്ന ഒരു വിഷയം ഇതിനകത്തില്ല. ഇതിനകത്ത് എന്തിനാണ് RSS പ്രതികരിക്കുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സംഘത്തിൻ്റെ ഒരു സമ്പർക്ക പ്രമുഖായ ഒരു പ്രചാരകൻ, ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് RSSന്റെ സർക്കാര്യവാഹിനെ കാണുന്നു. അദ്ദേഹം അവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോയതല്ല, അദ്ദേഹത്തെ വന്ന് കാണുകയാണ്. അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഈ തൊഴുത്തിൽ കുത്തില് അല്ലെങ്കിൽ ഈ ചക്കളത്തി പോരാട്ടത്തിലൊക്കെ സംഘത്തിൻ്റെ പേര് വലിച്ചഴയ്ക്കുന്ന ഓരോ നിമിഷവും സംഘം പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ സംഘത്തിന് അതിൻ്റെ വേറൊന്നിനും സമയം കാണത്തില്ല. സംഘം ഒരിക്കലും അത് ചെയ്തിട്ടില്ല ഇന്നേ വരെ. പിന്നെ ഈ കേരളത്തിൽ മാത്രമായിട്ട് അത് ചെയ്യേണ്ട ആവശ്യവുമില്ല. ദേശീയ തലത്തിൽ തന്നെ RSSുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പല വാർത്തകളിലും വിഷയങ്ങളിലും വിവാദങ്ങളിലും RSSനെ പിടിച്ചിടാൻ ശ്രമിക്കാറുണ്ട്. അതിലൊന്നും RSS പ്രതികരിക്കാറില്ലല്ലോ. പക്ഷേ A ജയകുമാറിൻ്റെ പോസ്റ്റ് അത് ഇപ്പോൾ വന്നിരിക്കുന്നു. നേരത്തെ കുമാർ പറഞ്ഞ പോലെ വളരെ വ്യക്തമാണത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു മാസം മുമ്പ് ഈ വിഷയം വന്നപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഈ വിഷയത്തിലെ ഒരു ക്ലാരിറ്റി പറഞ്ഞുകൊണ്ട്. കാരണം ഇതൊരു വിഷയമല്ലാത്ത വിഷയമാണ്. ഇതിനകത്ത് യാതൊരു കാമ്പും ഇല്ലാത്ത ഉള്ളി തൊലിച്ചതുപോലെ അവസാനം വരുമെന്ന് ഉറപ്പുള്ള ഒരു വിഷയമാണ്. ഇതിൽ നിയമവിരുദ്ധമായി യാതൊന്നുമില്ല. ഒരു സർവിങ് പോലീസ് ഓഫീസർ RSS പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയുടെ സംഘടനയുടെ ഒരു ദേശീയ നേതാവിനെ പോയി എന്തുവാ ഒരുപക്ഷെ ഒരു സെക്യൂരിറ്റി വിഷയം പറയാനായിക്കൂടെ? അതെ, ഒരു സുരക്ഷ സംബന്ധിച്ച വിഷയം പറയാനായിക്കൂടെ? അദ്ദേഹത്തിന് എന്തും പറയാനും അല്ലെങ്കിൽ കേൾക്കാൻ സർക്കാരും സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും അത് പോയി കാണുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷേ അതീവ ഗൗരവമായിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതാണ് DGP അന്വേഷിക്കുന്നത്. അതാണ് അതിനെക്കുറിച്ച് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് ഇതിൻ്റെ മറുവശം കൂടെ പറയാനുണ്ട്. അതായത് എന്തിന് സംഘം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച സമ്മതിച്ചു അല്ലെങ്കിൽ അനുവദിച്ചു? സർക്കാര്യവാഹിനെ പോയി കണ്ടത് സമ്പർക്ക പ്രമുഖ് ആയ ഒരു പ്രചാരകൻ ആണ്. എന്താണ് ഈ സമ്പർക്ക പ്രമുഖ് എന്ന് പറയുന്നത്? അവർ സമ്പർക്കം ചെയ്യുകയാണ് അവരുടെ ജോലി. സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികൾ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരെ നിരന്തരം സമ്പർക്കം ചെയ്യുന്ന ഒരു സംഘടനയാണ് RSS. അത് RSSന്റെ പ്രവർത്തന രീതികളുടെ ഭാഗമാണ്. ഇത് ആശയം പറഞ്ഞ് അടിച്ചേൽപ്പിക്കാനോ തർക്കിച്ച് ജയിക്കാനോ അല്ല. പല വിഷയങ്ങളിൽ സംഘത്തിൻ്റെ നിലപാടുകൾ ഈ പറയുന്ന ആൾക്കാരുമായി ചർച്ച ചെയ്യാൻ, അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങോട്ടറിയാൻ, ഇത്തരം കാര്യങ്ങൾക്ക് നിരന്തര സമ്പർക്കം ആവശ്യമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയ, ഒരു ജനാധിപത്യ സമൂഹം മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഈ സമ്പർക്കം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളെ വീട്ടിൽ വന്ന് കാണുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാണുന്നു, സംഘത്തിൻ്റെ ആശയം അവരിൽ അടിച്ചേൽപ്പിക്കാനേ അല്ല ഇത്. സംവാദം ആവശ്യമുള്ളിടത്ത് അതാവാം, ചർച്ച ആവശ്യമുള്ളിടത്ത് അതാവാം. ഇതൊന്നും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ സംഘത്തെ പരിചയപ്പെടുത്തുന്നതാവാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ കുമാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഇവിടെ അങ്ങനെയല്ല വിഷയം. ഇവിടെ സംഘത്തെ ഒരു വലിയ രഹസ്യ സംഘടന, ഒരു ഭീകര സംഘടനയായി അവതരിപ്പിക്കുന്ന നരേറ്റീവ്സ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ട്. ആ നരേറ്റീവ് ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിൽ PV അൻവർ MLA, അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ആ പോസ്റ്റിൽ ഞാൻ എഴുതിയതാണ്. PV അൻവർ MLA തുടങ്ങി വെച്ച ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസി എന്ന് ഞാൻ പറയില്ല,
പക്ഷേ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ്. വളരെ കൃത്യമായി പലരുടെയും ആലോചനയുടെ ഭാഗമായി ഓരോ ഘട്ടത്തിലും ഇതെങ്ങനെ വേണം എന്ന് നേരത്തെ ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ള ടാർഗറ്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. PV അൻവർ ഇങ്ങനെ ടാർഗറ്റ് മാറ്റുകയാണ്. അവസാനമാണ് ഇപ്പം മുഖ്യമന്ത്രിയിലും CPM-ലും ഒക്കെ എത്തി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയെയും കഴിഞ്ഞ് CPM പാർട്ടി സംഘടനയിലേക്ക് പോലും ഇപ്പോൾ കടന്നു ചെല്ലുകയാണ്. അതായത് പാർട്ടി സെക്രട്ടറി RSSകാരനാണ്, പാർട്ടി സെക്രട്ടറി ശരിയല്ല, മലപ്പുറം ജില്ലാ സെക്രട്ടറി ശരിയല്ല, ആ രീതിയിലേക്ക് അയാൾ അപ്പോൾ ടാർഗറ്റ് മാറ്റുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആവശ്യമായിരുന്നു. ആ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഈ RSS കൂടിക്കാഴ്ച. RSS ഓൾറെഡി ഒരു ഭീകര സംഘടന എന്നുള്ള ഒരു നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കാൻ ഇവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളെല്ലാം കൂടി ചെയ്തിട്ടുണ്ട്. അത് CPM തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അതാണ് ഇപ്പോൾ CPM-ന് തിരിച്ചടിച്ചിരിക്കുന്നത്. ഈ RSSന്റെ അല്ലെങ്കിൽ RSSനെ ഇങ്ങനെ വലിയൊരു ഭീകര സംഘടനയായി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെന്ന് കാണുന്നതിൽ വലിയൊരു അസ്വാഭാവികത സൃഷ്ടിച്ചെടുക്കുക, ഇതിന്റെ ഒക്കെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം എന്തായിരിക്കും? അല്ലെ, രാഷ്ട്രീയ ഉദ്ദേശം തന്നെയാണ്. ഈ പൊളിറ്റിക്കൽ ഓപ്പറേഷനാണ്. ഈ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റാണിത്. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വളരെ പ്രധാനപ്പെട്ട ചേരുവകളായിട്ട് സംഘമുണ്ട്. ഒരു സൈഡിൽ ADGP ഉണ്ട്. ഞാനിപ്പോൾ ഈ ADGP അജിത് കുമാറിനെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമൊന്നുമില്ല. എനിക്ക് അദ്ദേഹത്തെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ക്ലീൻ ആണെന്ന് പറയുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെതിരെ ഒത്തിരി ആരോപണങ്ങളുണ്ട്, അന്വേഷണം നടക്കും, അദ്ദേഹം അത് തെളിയിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ADGP അജിത് കുമാർ ഒരു മലയാളിയാണ്. അദ്ദേഹം ഒരു IPS കാരൻ എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന് കേരളത്തിൽ സാമൂഹിക ബന്ധങ്ങളുണ്ട്. ശ്രീ A ജയകുമാറിനെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഇരുവരും പോയിട്ട് RSSന്റെ സർക്കാർ വാഹിനി അല്ലെങ്കിൽ റാം മാധവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ഇത് കാണാത്ത എത്ര പേരുണ്ടെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതെ, എത്രയോ പേര്. ചീഫ് സെക്രട്ടറിമാരുണ്ട്, എനിക്ക് നേരിട്ടറിയാമല്ലോ. ചീഫ് സെക്രട്ടറിമാരുണ്ട്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാം കാണുന്നത് എന്തെങ്കിലും ഗൂഢാലോചനയ്ക്കാണോ കുമാറെ? പിന്നെ ഇതിനകത്ത് വേറൊരു വലിയ തമാശയുണ്ട്, അത് ആരും ചോദിച്ചില്ല എന്നുള്ളതാണ്. അതായത് ശ്രീ പിണറായി വിജയനെ സ്വന്തം ശുപാർശയുമായിട്ട് അതിന് ഒരു ADGP-യെ ആണോ സംഘത്തിൻ്റെ അടുക്കലേക്ക് വിടുന്നത്? ആരുടെ അടുക്കലേക്ക് വിടുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അതായത് എന്തെങ്കിലും ഒരു ശുപാർശ നടപ്പിലാക്കാൻ അതിനുവേണ്ടി ഒരു റെക്കമെൻഡേഷനുമായി ചെല്ലാവുന്ന ആളെയേ അല്ല ദത്താത്രേയ ഹൊസബാളെ എന്ന് പറയുന്ന സംഘത്തിൻ്റെ സർക്കാർ യോഗം. ആ സംഘത്തിൻ്റെ ഒരു ഉന്നത അധികാരിയുടെ അടുക്കലും ഒരു ADGP എന്നിട്ട് മുഖ്യമന്ത്രിക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പരമവിഡ്ഢിത്തം നിറഞ്ഞ ഒരു അവകാശവാദമാണ് അത് ഒരു വശത്ത്. രണ്ട്, ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഇത്തരം ഒരു ശുപാർശയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഒരു ADGP-ആണ് വിടേണ്ടത്. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഡയറക്റ്റായി ആക്സസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കാര്യങ്ങളും അത് ഗുണകരമായോ അദ്ദേഹത്തിന് എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും BJP-യിലും കേന്ദ്ര സർക്കാരിലുമൊക്കെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ CPM-ന്റെ ഉന്നത നേതാവ് എന്ന നിലയിൽ പല പാർട്ടിക്കാർക്കും ബന്ധങ്ങളുള്ളതുപോലെ ബന്ധങ്ങളുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് RSSന്റെ സർക്കാർ യുവാവിൻ്റെ അടുക്കൽ ഒരു ADGP-യെ വിടേണ്ട കാര്യം എന്താണ്? പരമവിഡ്ഢിത്തം നിറഞ്ഞ ഒരു കാര്യമാണത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ PV അൻവറിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അത്യാവശ്യമായിരുന്നു ഇതൊന്ന് തിരികൊളുത്താൻ. ഇപ്പോൾ ഷാജൻ സ്കറിയായോ അജിത് കുമാറോ ഒന്നുമല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ്. അദ്ദേഹം അവിടെ നിന്നൊക്കെ കടന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. പക്ഷെ തുടക്കം വേണമായിരുന്നു. അതിനുണ്ടാക്കിയ ഒരു വിവാദമാണ് അത്. കൃത്യമായ ചേരുവകൾ RSS ADGP കൂടിക്കാഴ്ച എന്നൊക്കെ വരുമ്പോൾ ഇത് കത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് കൃത്യമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം കൃത്യമായി തുടങ്ങി വയ്ക്കുന്നു. ഇപ്പോൾ അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയുമായി വെല്ലുവിളികൾ നടത്തുന്നു. പക്ഷേ ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ കൂടിക്കാഴ്ചയെ ഒന്നുകൂടി ജ്വലിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇപ്പോൾ പിണറായി വിജയൻ ചില കേസുകളിലൊക്കെ പ്രതിയായിട്ടില്ല എങ്കിലും പ്രതിസ്ഥാന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളികളാണ്. അന്വേഷണ ഏജൻസികളെ തടയാനായിട്ടാണ് ഈ ADGP പോയി കണ്ടത്. ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തടയാനാണെങ്കിൽ അദ്ദേഹം പോയി കാണേണ്ട ഒരു RSS നേതാവിനെ അല്ലല്ലോ. പോയി കാണേണ്ടത് മറ്റു പല ആൾക്കാരെ ഉണ്ട്. BJP-യുടെ സംഘടനാ സംവിധാനത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരുണ്ട്. അവരിലേക്കും അല്ലേ വിടേണ്ടത്? സംഘത്തിന് എന്താണ് ഇതിനകത്ത് കാര്യം? ഇപ്പം ഇതാണ് ഈ അജ്ഞതയാണ്
ഇത് സഹായിക്കുന്നത് പലപ്പോഴും. കാരണം RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതെന്താണ്, അതെങ്ങനെയാണ് BJPയുമായി ബന്ധപ്പെടുന്നത്, ഇതൊക്കെ അറിയാൻ വയ്യാത്ത ആൾക്കാരുടെ ഇടയിൽ വില പോകുന്ന ശരിയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന. ഇപ്പോൾ പിണറായി വിജയൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം തീർച്ചയായിട്ടും അതിന് ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഇതിലേക്ക് RSSനെ വലിച്ചിടണ്ട എന്നുള്ളത് മാത്രമാണ് എൻ്റെ പോയിന്റ്. കാരണം RSS പ്രവർത്തിക്കുന്ന ആ രീതിയിലല്ല. ഉടനെ തന്നെ ഇപ്പോൾ സർക്കാർ യോഗനെ ചെന്ന് കണ്ട് ഒന്ന് സഹായിക്കണമെന്ന് പറയുന്നു, അത് ADGP പറയുന്നു. ഉടനെ സർക്കാർ യോഗ ഫോൺ എടുത്ത് കേന്ദ്രത്തിൽ വിളിച്ചിട്ട് ഇവർ വന്ന് എന്നെ കണ്ടിട്ടുണ്ട്, ADGPയാണ് വന്നിരിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്ത് പരമ വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം അതാണ് അത് ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം കുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ പ്രതികരണവുമായിട്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനുമായിട്ടോ RSS വരാറില്ല. അത് RSSൻ്റെ രീതിയാണ്. അത് മനസ്സിലാക്കുന്നവർ വേണം അതിൻ്റെ പ്രതികരണവുമായിട്ട് മുന്നോട്ട് വരാനും ഇതങ്ങനെയൊന്നും അല്ല എന്ന് സമൂഹത്തിൽ പറയാനും. RSS ആയിട്ട് ഔദ്യോഗികമായിട്ട് ലെറ്റർ പാഡ് വെച്ചിട്ട് ഇത്തരം വിഷയങ്ങളിലൊന്നും പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അത് ആ സംഘത്തിൻ്റെ രീതിയല്ല. ദത്താജി ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. അവരുടെ രീതിയല്ല. ഇപ്പം ഇന്നലെ ജയകുമാറിൻ്റെ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ സ്വാഗതാർഹമാണ്. കാരണം അദ്ദേഹം വളരെ കൃത്യമായി പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആളി കത്തിക്കാൻ ശ്രമിച്ച ഒരു വിവാദത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചതുപോലെ ആയിപ്പോയി. ഞാൻ തുടക്കത്തിൽ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ എഴുതിയത് ഇതാണ്, ഇതിൽ നിയമവിരുദ്ധമായി യാതൊന്നുമില്ല, ഇത് അവസാനം വിവാദം ഉള്ളി തൊലിക്കുന്ന പോലെ ആവും. ഇപ്പൊ ശ്രീ ജയകുമാർ പറയുന്ന അദ്ദേഹത്തിന് നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പൊ ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെയുള്ള ഈ ഉമ്മാക്കി കളികളൊക്കെ ഇവര് നടത്തുന്നത്? വലിയൊരു വിഷയമാണ് ഇതെന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? പക്ഷെ അവസാനം ഈ വിഷയമൊന്നും അല്ല ഇവരുടെ വിഷയം ഇതിനപ്പുറമാണ്. ഇതിൽ വേറൊരു വിഷയം കൂടിയുണ്ട് കുമാറെ. CPMലെ ഒരു ഇസ്ലാമിസ്റ്റ് വൽക്കരണം, അതായത് ഒരു ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുള്ള പല ആൾക്കാരും CPMലേക്ക് കയറുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിഭാഗം ആൾക്കാർക്ക് ഇന്ന് CPMനുള്ളിൽ വലിയൊരു ശക്തിയായിട്ട് അവർ മാറിയിട്ടുണ്ട്. അവരെ കൂട്ടത്തോടെ അടർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകാം ഇത്. അതായത് യഥാർത്ഥത്തിൽ CPM ഈ ഇസ്ലാമിസ്റ്റുകളുടെ കടന്നുകയറ്റമല്ല, CPMൽ RSSൻ്റെ കടന്നുകയറ്റമാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഒരു സംഘത്തെക്കുറിച്ചൊരു ഭയം, ആ ഭയം ഉണ്ടാക്കാനാണ് ഇവർ ഈ നരേറ്റീവ്സ് എല്ലാം കാലാകാലങ്ങളായി സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. പണ്ട് കുട്ടികളെ പേടിപ്പിക്കാൻ നമ്മൾ പറയുമല്ലോ, ആഹാരം കഴിച്ചില്ലെങ്കിൽ ഇത് വരുമെന്നൊക്കെ. അപ്പം ആ രീതിയിൽ RSS എന്തോ ഭയങ്കര ഭീകര സംഘടനയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ പേടിപ്പിച്ചാണ് ഇത്രയും കാലം CPM അവരെ കൂടെ നിർത്താൻ ശ്രമിച്ചത്. നേരത്തെ കുമാർ ചോദിച്ച VD സതീശൻ, അവരും ശ്രമിക്കുന്ന ഇത് തന്നെയാണ്. RSSനെ കുറിച്ചൊരു പേടിയും അജ്ഞതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്തരീക്ഷമുള്ള സമയത്ത് ആ പേടി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ ഇവരെ എല്ലാം കൂടെ പേടിപ്പിച്ച് നിർത്താനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ അൻവറിൻ്റെ നേതൃത്വത്തിൽ, അത് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ ഒരു വിഭാഗത്തിൻ്റെ ബേസാണ് അദ്ദേഹം അതിൻ്റെ തങ്ങളുടെ സപ്പോർട്ട് ബേസായിട്ട് കാണുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അവരെ അടർത്തി മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് RSS തന്നെയാണ്. ഇപ്പോൾ ഈ വിവാദത്തിൽ ഉടനീളം RSSനെ ഇങ്ങനെ ലൈവായിട്ട് നിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കറിയില്ല, ഇവരും ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് സംഘം ഉടനെ ഒരു പ്രസ്താവനയുമായിട്ട് വരും, ദേശീയ തലത്തിൽ തന്നെ ഇത് വലിയൊരു പ്രസ്താവനയുമായിട്ട് അവർ വരും, അപ്പോൾ വീണ്ടും ഈ രംഗം ഒന്ന് കൊഴുപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അതൊന്നും നടന്നില്ല. അതിനപ്പുറം കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ പറയുന്ന ഈ ഒരു വിവാദം കത്തിജ്വലിപ്പിച്ച് നിർത്താനായി ഈ ഇടക്കാലത്തായി ഒസവാളയെ കണ്ടു പോട്ടെ, ഇപ്പോഴിതാ 10 ദിവസത്തിനുള്ളിൽ രാം മാധവനെയും കണ്ടിരിക്കുന്നു. രാം മാധവനോടൊപ്പം ഒരു വ്യവസായി പ്രമുഖനുണ്ടായിരുന്നു. രാം മാധവനെ എന്തോ ഒരു വലിയ ഒരു പൊളിറ്റീഷ്യനായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. രാം മാധവ്ജി പൊളിറ്റീഷ്യൻ ആണല്ലോ, അദ്ദേഹം BJPക്കാരനാണ്. അദ്ദേഹത്തെ BJP ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും ഈ പറയുന്നത് പോലെ നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ്. അദ്ദേഹം BJPയുടെ ഭാഗമായിരിക്കുമ്പോഴും അതിനു മുമ്പ് സംഘത്തിൻ്റെ
ഒരു സംഘത്തിന് അങ്ങനെ ഒഫീഷ്യലായിട്ട് ഒരു സ്പോക്സ്മാൻ ഒന്നുമില്ല. പക്ഷേ വക്താവെന്നുള്ള നിലയിൽ അനൗദ്യോഗികമായി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. നിരന്തരം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പെട്ട ആൾക്കാരുമായിട്ട് സമ്പർക്കം ചെയ്യുന്ന ആളാണ് ശ്രീ റാം മാധവും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല നോർത്ത് ഈസ്റ്റ് ആയിരുന്നു. കാശ്മീരിൽ, ഇപ്പോഴും കാശ്മീരിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നിരന്തരം ആൾക്കാരെ കാണുന്നു. പക്ഷേ കുമാർ പറഞ്ഞ പോലെ ആരാണ് ഈ വ്യവസായി പ്രമുഖ, ആരാണ് അത് നിങ്ങൾക്കറിയാം ആരാണ്? അത് ഈ MR അജിത് കുമാറിന്റെ നെറ്റ്വർക്കിൽ തന്നെ പെട്ടുള്ള റാവിസ് ഹോട്ടലിന്റെ വൈസ് പ്രസിഡന്റ് ആണെന്ന് പറയുന്നത്. അദ്ദേഹമാണോ വലിയൊരു വ്യവസായ പ്രമുഖൻ എന്ന് പറയുന്നത്? ഏതോ ഒരു വലിയ കള്ളക്കടത്തുകാരൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇതൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. സത്യത്തിന്റെ ചില അംശങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പൊ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി, അത് സത്യമാണ്. ആ അംശം വെച്ചുകൊണ്ട് തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ഉണ്ടാക്കി ഒരു വലിയ അന്തരീക്ഷം വെക്കുകയാണ്. RSS എന്തോ വലിയൊരു ഭീകര സംഘടനയാണ്. നിരന്തരം സമൂഹവുമായി ഇടപെട്ടുകൊണ്ട്, നിരന്തരം സമൂഹവുമായി സംവദിച്ചുകൊണ്ട്, എല്ലാ മേഖലകളിലും വിവിധ ക്ഷേത്രങ്ങളിലൂടെ, വിവിധ സംഘടനകളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണത്. അതിൽ രഹസ്യാത്മകമായിട്ടൊന്നുമില്ല. അങ്ങനെ രഹസ്യാത്മകമായിട്ടുണ്ടെങ്കിൽ 5-6 പേര് ചേർന്ന് കുറെ കേഡറിനെ മാത്രം വെച്ച് നടത്തുന്ന എന്തെങ്കിലും ആയിരിക്കണം. ഇതങ്ങനെ ഒരു പ്രസ്ഥാനമേ അല്ല. എല്ലാ മേഖലകളിലും നിരന്തരം ജനങ്ങളുമായിട്ട്, അനുയായികൾക്കിടയിലോ അനുഭാവികൾക്കിടയിലോ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയല്ല RSS. അത് നിരന്തരം ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന സംഘടനയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി നടന്ന ഒരു കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച ഞാൻ പറയുന്നത് കുമാരെ RSSോ അജിത് കുമാറോ ഒന്നുമല്ല വിഷയം. അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നല്ല വ്യക്തമായിട്ട് വൃത്തിയായിട്ട് അവർ കളിച്ചു എന്നുള്ളത് അത് പിന്നീട് നടന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ സംഘത്തെ, RSSനെ ഈ ഒരു കുരുക്കിലേക്ക് വലിച്ചഴയ്ക്കാനുള്ള ശ്രമം വിലപ്പോയില്ല. അതാണ് അതിനകത്തെ ഒരു കൺക്ലൂഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പം അജിത് കുമാറിന്റെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് കൃത്യം വ്യക്തവുമാണ്. അതായത് താൻ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ പല നേതാക്കളെയും കാണാറുണ്ട്. അങ്ങനെ കാണുന്നത് തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പല ഘട്ടങ്ങളിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇത് അദ്ദേഹം ഔദ്യോഗികമായി തന്നെ നടത്തുന്ന ഒരു നെറ്റ്വർക്കിംഗ് ആണ് എന്ന രീതിയിൽ അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. അത് ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞോളാം, നമുക്ക് അജിത് കുമാറിന് ക്ലീൻ ഷീറ്റ് കൊടുക്കത്തക്ക വണ്ണം യാതൊന്നും നമ്മുടെ കയ്യിലില്ല. അത് കോടതിയാണ് തീരുമാനിക്കേണ്ട, അന്വേഷണം നടക്കട്ടെ, അതല്ല വിഷയം. പക്ഷേ അജിത് കുമാർ ഒരു IPS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, അജിത് കുമാർ അല്ല, ഏത് കുമാറും ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അവർക്ക് സമൂഹവുമായി സംവദിക്കാതെ ഇത് നടക്കില്ലല്ലോ. അറിയാതെ തലപ്പത്തിരിക്കാൻ പറ്റില്ല. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും അത്യാവശ്യം പരിചയം ഉണ്ടാവണം, അത്യാവശ്യം ആൾക്കാരെ നേരിട്ടറിയണം, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം. അതിനൊക്കെ ജനസമ്പർക്കം വേണം. വിവിധ കക്ഷികളുമായിട്ടും വിവിധ രാഷ്ട്രീയക്കാരുമായിട്ടും വിവിധ സംഘടനാ നേതാക്കന്മാരുമായിട്ടും സാമൂഹിക പ്രവർത്തകരുമായിട്ടും ഒക്കെ ബന്ധം വേണം. ഇതിനിടയ്ക്ക് ചില വിദഗ്ധന്മാർ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ IPS ഓഫീസർമാർക്ക് പ്രോട്ടോകോൾ ഉണ്ട്, ആ പ്രോട്ടോകോൾ പ്രകാരം RSSനെ പോലുള്ള സംഘടനാ നേതാക്കളെ കാണാൻ പാടില്ല. അങ്ങനെയൊന്നും ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ്? RSS എന്താ നിരോധിത സംഘടനയാണോ? RSS എന്ന് മാത്രമല്ല, ഇപ്പൊ ക്രമസമാധാനം, പബ്ലിക് ഇന്ററാക്ഷൻ ആവശ്യമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനും ആരെയും കാണുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ അതിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉദ്ദേശത്തോടെ, നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവരുത് എന്ന് മാത്രമല്ലേ ഉള്ളൂ നിയമം. അല്ല RSS ഉദ്യോഗസ്ഥന്മാർ, RSSകാരെ കാണുന്നതിനോ നേതാക്കന്മാരെ കാണുന്നതിനോ എന്ത് തടസ്സമാണുള്ളത്? ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത് ഒറ്റ വാക്കി തീരാനുള്ളതേ ഉള്ളൂ. അന്ന് ശ്രീ ദത്താത്രേയ ഹൊസബാളെ ഇരിക്കുന്നു, ഒരു സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീർന്നേന്. അതെ. അപ്പൊ അങ്ങനത്തെ ക്ലാരിഫിക്കേഷൻ വന്നില്ല, അത് വേറൊരു കാര്യം. എന്തായാലും അവസാനമായി ഈ പറയുന്ന RSS എന്ന രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കാത്ത ഒരു സംഘടന പലപ്പോഴും രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമാകാറുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ? തീർച്ചയായിട്ടും അത് RSS വെറും ഒരു സാമൂഹിക സംഘടനയല്ല. അതുതന്നെയാണ് അതിന് കാരണം. RSS സകല മേഖലകളിലും RSSൻ്റെതായ സാന്നിധ്യമുണ്ട്, അതിൽ രാഷ്ട്രീയവും ഉണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. RSS ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഒന്നുമല്ല. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഈ ദേശീയതയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഭാരതത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പം നാച്ചുറലി സംഘത്തിൻ്റെ ഒരു പ്രവർത്തന രീതികളും സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളും
കൃത്യമായി അറിയാവുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടും വലിയ ഒരു ഉൾഭയവും ഉണ്ടാവും. കാരണം സംഘം ഒരു വലിയ സാമൂഹിക പരിവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, വർഷങ്ങൾ കൊണ്ട് 100 വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്ത്, അതായത് നിങ്ങൾ മറ്റെല്ലാം മാറ്റിവെക്കുക, പക്ഷേ ഓരോ സംഭവങ്ങൾ, എനിക്കൊരു 100 സംഭവങ്ങൾ പറയാൻ പറ്റും. ഈ കാലത്ത് സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ നാട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ, 1925 ഇങ്ങനെ ഒരു സംഘടന രൂപപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്നൊരൊറ്റ ചോദ്യം മതി. രാജ്യത്തെ സ്നേഹിക്കുന്ന, സ്വന്തം ഈ ജനിച്ച മണ്ണിനെ സ്വന്തം മാതൃരാജ്യമായിട്ട് കാണുന്നു, അല്ലാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് സംഘത്തിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചും സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും മതിപ്പുണ്ടാവാൻ അത് മാത്രം മതി. സംഘവും പ്രതീക്ഷിക്കുന്ന അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ സംഘത്തിന് വേണ്ടി ഫ്ലക്സ് അടിച്ച് അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് നടക്കണമെന്നൊന്നും അവരുടെ പ്രവർത്തന രീതി മറ്റൊന്നാണ്. അത് അവർ പ്രവർത്തിക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിവാദങ്ങൾ ഉണ്ടാവും. പക്ഷേ ഓരോ വിവാദത്തിലും സംഘം പ്രതികരിക്കാത്തത് എന്തിന് സംഘം പ്രതികരിക്കുന്നു, അല്ല എന്തുകൊണ്ട് സംഘം പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. എന്തായാലും സമാനതകളില്ലാത്ത സംഘടനാ ചട്ടക്കൂടും അതുപോലെ തന്നെ സ്വഭാവവുമായിട്ടുള്ള ഒരു സംഘടനയാണ് RSS. ആ RSSനെ പുകമുറയ്ക്ക് പിന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചില വിവാദങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകൾ ഉണ്ടായത്. എന്തായാലും ആ വിവാദങ്ങളുടെ മുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കോരി ഒഴിച്ച വ്യക്തതയുള്ള 2 വാർത്തകളാണ്. അതായത് A. ജയകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും MR അജിത് കുമാറിൻ്റെ മൊഴിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമസ്കാരം. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.